ഫൈൻഡ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളൊരു എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വലിയൊരു സംഖ്യ അതിൻ്റെ പവറും വലുത് തന്നെയായിരിക്കും. പ്രാക്ടിക്കലി നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് എളുപ്പത്തിൽ ചെയ്യാനൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ വലിയൊരു നമ്പർ അതിൻ്റെ പവർ തന്നേക്കും, ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ ഏത് സംഖ്യയാണ് തന്നതെന്നായിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ചിലപ്പോൾ 2-3 സംഖ്യകളുടെ പ്രോഡക്റ്റ് ആയിരിക്കും, സമ്മായിരിക്കും, ചിലപ്പോൾ സബ്ട്രാക്ഷൻ ആയിരിക്കും. ഓക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സാണുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും നമ്മളെ ക്വസ്റ്റ്യനിൽ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത്. ആൻസറിൽ യൂണിറ്റ് ഡിജിറ്റിൽ ഒരു ഡിജിറ്റേ കാണുള്ളൂ, ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഏത് ഡിജിറ്റാണ് യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഏത് ഡിജിറ്റാണ് വരുന്നതെന്നാണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന മെത്തേഡിൽ 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ 3 സെറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിന്. അപ്പോൾ ഓരോ സെറ്റിനും ഓരോ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യും. 0, 1, 5, 6 0, 1, 5, 6 ഈ 4 നമ്പറാണ് നമ്മൾ ആദ്യത്തെ സെറ്റിൽ കൺസിഡർ ചെയ്യുന്നത്. ഈ നമ്പറാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ യൂണിറ്റ് ഡിജിറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ പവർ എത്ര തന്നെ ആയാലും ഈ സെയിം നമ്പർ തന്നെ ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ 25⁻625 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറിൽ വരുന്ന യൂണിറ്റ് ഡിജിറ്റും 5 തന്നെ ആയിരിക്കും. അപ്പോൾ 626⁻52 6ആണ്. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ സെറ്റിലാണ് വരുന്നത്. അപ്പോൾ 6 തന്നെ ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ആദ്യത്തെ സെറ്റിൽ വരുന്ന 0, 1, 5, 6. അപ്പോൾ ഈ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പവർ എത്ര തന്നെ ആണെങ്കിലും സെയിം നമ്പർ ആയിരിക്കും വരുന്നത്. രണ്ടാമത്തെ സെറ്റിൽ വരുന്നത് 4, 9. അപ്പോൾ 4ൻ്റെയും 9ൻ്റെയും കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. 4ൻ്റെ പവർ 1 ആകുമ്പോൾ 4 ആണ് വരുന്നത്. 4ൻ്റെ പവർ 2 ആയപ്പം എത്ര വരും? 4ൻ്റെ സ്ക്വയർ 16. 4ൻ്റെ ക്യൂബ് വരുമ്പോഴത്തേക്കും 64. 4⁴ വരുമ്പം 16 × 16 256 ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 4ൻ്റെ പവർ ഓഡ് ആയപ്പോഴത്തേക്കും 4 തന്നെയാണ് വരുന്നത്. 4ൻ്റെ പവർ ഈവൻ ആയപ്പോഴത്തേക്കും 6ആണ് വരുന്നത്. ഓർത്തിരുന്നാൽ മതി, 4ൻ്റെ പവർ ഓഡാണെന്നുണ്ടെങ്കിൽ 4 തന്നെ വരും. 4 പവർ ഈവൻ ആകുമ്പോഴത്തേക്കും യൂണിറ്റ് ഡിജിറ്റിൽ 6 വരും. അപ്പോൾ പവർ എത്ര തന്നെ ആയാലും 4⁻256 ഇവിടെ 4ൻ്റെ പവർ ഈവൻ ആണ്. അപ്പോൾ എന്തോന്ന് വരും? യൂണിറ്റ് ഡിജിറ്റിൽ 6 വരും. ഇനിയിപ്പോൾ 257 ആയിരുന്നുണ്ടെങ്കിൽ ഓടാണ്. ഓടാകുമ്പോഴത്തേക്കും പവർ ഓടാണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റിൽ 4 വരും. 9 എങ്ങനെ വരും നോക്കാം. 9⁻1 9. 9 സ്ക്വയർ 81. ഇത് 2 കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. 4⁻1 4. 4 സ്ക്വയർ എന്ന് പറയുമ്പം 16. അപ്പോൾ ഇവിടെ പവർ ഓടാണെന്നുണ്ടെങ്കിൽ 9 വരും. ഈവൻ ആണെന്നുണ്ടെങ്കിൽ 9 സ്ക്വയർ ഓർത്തിരുന്നാൽ മതി, 1 വരും. 9⁻123. അപ്പോൾ പവർ ഓടാണ്. പവർ ഓടാകുമ്പോൾ 9 തന്നെ വരും. അപ്പോൾ 9⁻256 ഇവിടെ പവർ ഈവൻ ആണ്. ഈവൻ ആകുമ്പോഴത്തേക്കും 9 സ്ക്വയറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 1 വരും. 2, 3, 7, 8 ഇതാണ് നമുക്ക് മൂന്നാമത്തെ സെറ്റ്. രണ്ടാമത്തെ സെറ്റ്, ആദ്യത്തെ 2 സെറ്റ് എളുപ്പമാണ്. ആദ്യ സെറ്റ് 0, 1, 5, 6 ഇതിൻ്റെ പവർ ഏതാണെന്നുണ്ടെങ്കിലും ഈ സെയിം നമ്പർ തന്നെ വരും യൂണിറ്റ് ഡിജിറ്റിൽ. 4 and 9ൻ്റെ കാര്യത്തിൽ ഓടാണെന്നുണ്ടെങ്കിൽ സെയിം നമ്പർ, ഈവൻ ആണെന്നുണ്ടെങ്കിൽ 4ൻ്റെ സ്ക്വയർ 16ൻ്റെ 6 വരും. 9ൻ്റെ സ്ക്വയർ 81ൻ്റെ 1 വരും. ഇനി 2, 3, 7, 8 വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 എടുത്ത് നോക്കാം. എല്ലാം 2, 3, 7, 8 4 നമ്പറിനും സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. 2⁻1 2 ആണ്. 2⁻2 4 ആണ്. 2⁻3 എത്ര? 8 ആണ്. 2⁻4 എന്ന് പറയുന്നത് 16. 2⁻4 എന്ന് പറയുന്നത് 16. 2⁻5 എന്ന് പറയുന്നത് 32. അപ്പം 4 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഈ എല്ലാ നമ്പറിനും നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 4 പവർ കഴിഞ്ഞാൽ പിന്നെയും സെയിം റിപ്പീറ്റ് ചെയ്താണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 2⁻17. 2⁻17ൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്താണ് പറഞ്ഞത് നോക്കാം. അപ്പോഴത്തേക്കും നമുക്ക് 2⁻17 കണ്ടുപിടിക്കുന്നതിനേക്കാളും ഈ 17നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 17നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 17നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 നമ്മളെ പോകും. 16 1 റിമൈൻഡർ വരും.
അപ്പോൾ ഏതാണോ നമുക്ക് പവർ വരുന്നത് ആ പവറിനെ നമ്മൾ നാല് കഴിഞ്ഞിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിമൈൻഡർ കണ്ടുപിടിച്ചത്. റിമൈൻഡർ കണ്ടുപിടിച്ചാൽ നമുക്ക് എളുപ്പം യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ പവറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിമൈൻഡർ എത്ര വരണം നോക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് 1 റിമൈൻഡർ വരുന്നത്. അപ്പോൾ ഈ 2⁷ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 2⁻1 ആണ്. 2 ആണ് 2⁷ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് റിമൈൻഡർ 2 ആണ് കിട്ടിയത്. ഇവിടെ 18 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. 2 കിട്ടിക്കഴിഞ്ഞാൽ 2⁻2ൻ്റെ അതായത് 4 ആണ് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ഇപ്പോൾ 3 കിട്ടിക്കഴിഞ്ഞാൽ 2 ക്യൂബ് എത്ര 8 വരും. റിമൈൻഡർ കാര്യം ചെറുതായിരിക്കും എപ്പോഴും റിമൈൻഡർ വരുന്നത്. അപ്പോൾ നമുക്ക് റിമൈൻഡർ വരാൻ ചാൻസ് ഉള്ളത് 0 തൊട്ട് 3 വരെയുള്ള സംഖ്യയാണ്. അപ്പം ഇപ്പോൾ റിമൈൻഡർ 1 ആണെന്നുണ്ടെങ്കിൽ 2⁻1 എടുക്കും, റിമൈൻഡർ 2 ആണെന്നുണ്ടെങ്കിൽ 2⁻2 എടുക്കും, റിമൈൻഡർ 3 ആണെന്നുണ്ടെങ്കിൽ 2⁻3 എടുക്കും, റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ എന്തെടുക്കും, റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ പവർ നമ്മൾ 4 ഇടും. അപ്പോൾ 2⁴ യൂണിറ്റ് ഡിജിറ്റ് ഏതാണ് 16 വരും. അപ്പോൾ ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. 2, 3, 7, 8 ഈ 4 നമ്പറാണ് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ എത്രയാണെന്ന് എടുക്കുക, പവറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് റിമൈൻഡർ എത്ര കിട്ടുമെന്ന് നോക്കണം. ആ റിമൈൻഡറിൻ്റെ പവർ എടുക്കണം. ഇപ്പോൾ 2⁻1, 2⁻2, 2⁻3, ഇനി റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ 2⁻4 എടുക്കും. ത്രീൻ്റെ വന്നിട്ട് നമുക്ക് 3⁻1 3, 3² 9, 3³ 27, 3⁻4 എന്ന് പറയുന്നത് 81, 7⁻1 എന്ന് പറയുന്നത് 7, 7² എന്ന് പറയുന്നത് 49, 7³ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാലും മതി. ഇത് 343 ആണ് ആൻസർ. 7⁻4 എത്ര വരും 49 × 49 ആണ്. അപ്പോൾ 9 × 9 81 ആണ് നമുക്ക്. ഇനി അടുത്ത് 8 നോക്കുമ്പോഴത്തേക്ക് 8⁻1 8, 8ൻ്റെ സ്ക്വയർ 64, 8ൻ്റെ ക്യൂബ് 512, 8⁻4 നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. 64 × 64 യൂണിറ്റ് ഡിജിറ്റ് 6 ആയിരിക്കും വരുന്നത്. അങ്ങനെ നമ്മളെ ക്വസ്റ്റ്യൻ 2153⁻167 ആണ് ആൻസർ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് മാത്രം കൺസിഡർ ചെയ്ത് 3⁻167 യൂണിറ്റ് ഡിജിറ്റിൽ എന്ത് വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന യൂണിറ്റ് ഡിജിറ്റിൽ എന്താണ് നമ്മൾ 3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ സെറ്റിലാണ് വരുന്നത്. എന്താണ് നമ്മൾ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും റിമൈൻഡർ എത്ര കിട്ടും 7, 1, 4, 3 ആണ് നമുക്ക് റിമൈൻഡർ വരുന്നത്. 3 റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ 3⁻3 എത്ര 27ൻ്റെ 7 ആണ് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത്. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 7 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പ്രോഡക്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്താണ് വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യത്തെ ടേം എടുക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ടേമിൽ യൂണിറ്റ് ഡിജിറ്റിൽ 4 ആണ് വരുന്നത്. അപ്പോൾ 4ൻ്റെ പവർ എത്രയാണ് ഒരു വലിയൊരു പവറാണ്. അപ്പോൾ ഇതിൻ്റെ പവർ നമുക്ക് ഓഡാണ്. നമ്മൾ നേരത്തെ നോക്കി പവർ ഓഡാണെന്നുണ്ടെങ്കിൽ 4⁻1 ഓഡ് 4:1ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ് 4 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 4 ആണ്. 4ൻ്റെ പവർ ഓടാണെന്നുണ്ടെങ്കിൽ 4 തന്നെയായിരിക്കും. ഈവൻ ആണെന്നുണ്ടെങ്കിൽ 6 വരും. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അടുത്ത് 615/317 നോക്കേണ്ട കാര്യമില്ല. 5ൻ്റെ പവർ എത്ര തന്നെയാണെന്നുണ്ടെങ്കിലും 5 തന്നെയാണ് അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. അടുത്ത് 131/491 131/491. അപ്പോൾ 1 ഇതിവിടെ യൂണിറ്റ് ഡിജിറ്റിൽ 1 ആണ് വരുന്നത്. 1ൻ്റെ പവർ എത്ര തന്നെയാണെന്നുണ്ടെങ്കിലും 1 തന്നെയാണ് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് ഡിജിറ്റിൻ്റെ പ്രോഡക്റ്റ് എത്രയായിരിക്കും 4 × 5 20 0 ആയിരിക്കും. നമുക്ക് രണ്ടും 264 തന്നെയാണ്. പക്ഷെ ഒന്നിൻ്റെ പവർ ഓടും, ഒന്നിൻ്റെ പവർ ഈവനുമാണ്. ഈവനും ഓടുമാണ്. അപ്പം 4ൻ്റെ പവർ ഈവൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വരും യൂണിറ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. 4ൻ്റെ പവർ ഓടാണെന്നുണ്ടെങ്കിൽ സെയിം 4 തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ 4 6 കൂടെ ആഡ് ചെയ്യുമ്പോൾ 10. അപ്പോൾ 0 ആണ് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ഇതിൽ നമുക്ക് അഡീഷനും ഉണ്ട് സബ്ട്രാക്ഷനും ഉണ്ട്. അപ്പോൾ ഈ സബ്ട്രാക്ഷൻ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഇതിൽ ഈ 1 ഇപ്പോൾ 1251/98 അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്, കൺഫ്യൂഷൻ ഇല്ല. അടുത്ത് 21/29 അതിലും 1ൻ്റെ പവർ എത്രയാണെങ്കിലും 1 ആണ്. മൈനസ് 6ൻ്റെ പവർ 100 106/6 അപ്പോൾ ഈ 6 തന്നെയാണ് വരുന്നത്. 6ൻ്റെ പവർ എത്രയാണെന്നുണ്ടെങ്കിലും
6 തന്നെയാണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. അടുത്ത് 705/35. ഇവിടെയും നമുക്ക് 5 തന്നെയാണ് വരുന്നത് യൂണിറ്റ് ഡിജിറ്റിൽ. മൈനസ് 16/4. 6ൻ്റെ പവർ ഏതാണെന്നുണ്ടെങ്കിൽ 6 തന്നെയാണ് യൂണിറ്റ് ഡിജിറ്റ്. ഈ യൂണിറ്റ് ഡിജിറ്റ് 9 ആണ് വരുന്നത്. ഇനി നമ്മളുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഈ 12/51/98 എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് ഡിജിറ്റാണ്. അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് സംഖ്യകളുണ്ട്. എല്ലാത്തിനും നമുക്ക് ഇടത്തോട്ട് കുറച്ച് സംഖ്യകളുണ്ട്. നമ്മളിവിടെ യൂണിറ്റ് ഡിജിറ്റ് മാത്രമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സബ്ട്രാക്ഷൻ നടത്തുമ്പോഴത്തേക്ക് നമ്മൾ ഈ സംഭവം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് പോസിറ്റീവ് നമ്പർ എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇവിടെ 1 1 2 2 5 7 7 9 16. അപ്പോൾ ഈ പോസിറ്റീവ് നമ്പർ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം എത്രയോ ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റിൽ 6 ആണ് നമുക്ക് കിട്ടുന്ന സംഖ്യ. അടുത്ത് വരുന്നത് നെഗറ്റീവ് 2 എണ്ണം ഉണ്ട്, -6. അപ്പോൾ ഈ 2 മൈനസും കൂടെ നമുക്ക് കൂട്ടുമ്പോഴത്തേക്ക് എത്ര വരും? 12 വരും. 12ൻ്റെ 2 ആണ് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പം 4 ആണ് വരുന്നത്. 4 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ചിലപ്പോൾ ഈ സംഖ്യ പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. ഏതാണോ വലുത് അതിൻ്റെ അനുസരിച്ച് പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം ഈ ഹോൾ നമ്പർ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ ഇവിടെ നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് മാത്രമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് 4 ആണ് ആൻസർ. 4 മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. 12/51/98 -106/100 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് ഇപ്പം 12/51/98 എന്ന് പറയാൻ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് 1 ആണെന്ന് അറിയാം. മൈനസ് ഇവിടെ 6/100. 6 എത്ര പവർ വന്നാലും 6 ആണെന്നറിയാം. ഇടത്തോട്ട് കുറേ നമ്പറുകളുണ്ട്. ഇതിന് ഇടത്തോട്ട് കുറേ നമ്പറുകളുണ്ട്. നമ്മളിവിടെ യൂണിറ്റ് ഡിജിറ്റ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലുണ്ടാവേണ്ട ഐഡിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 11 ആയിരിക്കും. 11 4 പോയി കഴിഞ്ഞാൽ 5. 5 നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്താണ് വരുന്നത്? അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 7 ആണ്. അപ്പോൾ 7ൻ്റെ പവർ 245 ആണ്. അപ്പോൾ 245നെ നമുക്കിവിടെ മെത്തേഡ് എന്ന് പറയുന്നത് 245നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 24 5 എത്ര? 1 റിമൈൻഡർ വരുന്നത്. 1 റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 7/1, അതായത് 7 തന്നെയാണ്. ഇൻറ്റു ഇവിടെ 62/72 ആണ്. അപ്പോൾ 72നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 72നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര? റിമൈൻഡർ 0 ആണ് വരുന്നത്. റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ 2/4 ആണ്. റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ 2/4ൻ്റെ എത്രയാണ്? 2/4 എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ 16ൻ്റെ 6 ആണ് നമുക്ക് വരുന്നത്. 16ൻ്റെ 6 ആണ് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. 7 × 6 എത്ര? 42ൻ്റെ 2 ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ക്ലിയർ ആയോ?